ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വകയും നമ്മുടെ ചാനലായ റോട്ടേഴ്സിന്റെ വകയും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു ഇയർ എല്ലാവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ഇയർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഒരു ഫുഡ് വ്ലോഗാണ് കേട്ടോ. അതിനായി നമ്മൾ വന്നേക്കുന്നത് ദുബായിലെ കരാമയിലെ വാദി അൽ അറേഷ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ എന്താ പറയുക, ഒരു ഒതൻറ്റിക് അറബിക് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ല ഫ്ലേവേഴ്സും നല്ല സ്പൈസസ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന നല്ല അറബിക് ഫുഡാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു റോട്ടീസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ്. ഈ മിക്സഡ് ഗ്രില്ലിലുണ്ടല്ലോ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ മട്ടൻ ഉണ്ട്. സാധാരണ ക്യാമലും കൂടി ഉണ്ട് അവരുടെ മെനുവിൽ. ഞാൻ ക്യാമൽ കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ക്യാമൽ അവൈലബിൾ അല്ല. പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷസ് ആയിട്ട് കുറച്ച് ഒലീവ്സ് തന്നിട്ടുണ്ട്, പിന്നെ അവരുടെ പിക്കിള് തന്നിട്ടുണ്ട്, 2 ഗാർലിക്കിൻ്റെ പേസ്റ്റ് തന്നിട്ടുണ്ട്, ഒരു കെച്ചപ്പ് ഉണ്ട്. ഈ ഒലീവ്സ് ഞാൻ ബേസിക്കലി ഈ അറബിക് ഫുഡിൽ ഞാൻ ഒലീവ്സ് കണ്ടിട്ടില്ല. ഇവിടുത്തെ അവരുടെ സ്പെഷ്യലാന്ന് തോന്നുന്നുണ്ട്. പിക്കിൾസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒലീവ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ബ്രെഡ് എന്ന് പറയുന്നത് സീസൺ സീഡ്സ് ഉണ്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അറബിക് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടൊരു ഇഷ്ടമാവും. ഈ ഗ്രില്ലിന്റെ കൂടെ ഉണ്ടല്ലോ അവിടെ നോക്കി എന്തൊക്കെ വെച്ചേക്കണം നോക്കിയ. ടൊമാറ്റോസ് ഇട്ടിട്ടുണ്ട്, ഒനിയൻ, പിന്നെ ഇതിന്റെ മുകളിൽ തന്നെ സെപ്പറേറ്റ് ഒരു എന്താ പറയാ ചെറിയൊരു കുക്കൂസിലൊരു പിസ്സ പോലെ സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒലീവ്സ് ഉണ്ടല്ലോ നല്ല രസമുണ്ട്. നമ്മുടെ സാധാ ഒരു ഞാൻ വിചാരിച്ചു ഇതൊരു വെറും ഉപ്പിലിട്ടേക്കുന്ന പോലത്തെ, പക്ഷെ അതല്ല, ഒരു വിനീഗർ ടൈപ്പ് ഒരു സംഭവം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവര്. ഒരു അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സാധനം കിട്ടുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. ഇതെനിക്ക് ശരിക്കും പിസ്സ പോലെയാണ് തോന്നുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണിത്. കബാബ് എടുത്തൊന്ന് ട്രൈ ചെയ്തോട്ടെ. ഞാൻ മിക്സഡ് ഗ്രില്ലിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു വേറെ സ്ഥലത്ത് കബാബ് കഴിച്ചപ്പോൾ നല്ല ഹാർഡായിരുന്നു. എനിക്കത് അത്രയും എന്താ പറയാ ഒരു സുഖമായില്ല. ഇത് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ബീഫാണ് നല്ല അടിപൊളി. നല്ല ഇറച്ചിയുടെ ആ സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ട്. പിന്നെ അധികം അവര് ഭയങ്കര മസാലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, അവരും ഇത് അങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്തേക്കാണ്. കാരണം നമുക്ക് ആ മീറ്റിന്റെ നല്ല ഫ്ലേവേർഡ് അധികം ഫ്ലേവർ ഇല്ല, നല്ല ആ വെന്തിട്ടുള്ള ഒരു സ്മെല്ലും ടേസ്റ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ കുറേ മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സംഭവം ഇല്ല. എനിക്കതുകൊണ്ട് ആ മീറ്റിൻ്റെ ഭയങ്കര ടേസ്റ്റ് കിട്ടിയപ്പോൾ, ഇറച്ചിയുടെ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതാണ് ആ ഒരു സ്മെല്ല് നിൽക്കുന്നുണ്ട് എൻ്റെ ഇങ്ങനെ ആ ശോഭ ആ മീറ്റിൻ്റെ. ഇപ്പം ഞാൻ എടുത്തേക്കണത് വേറൊരു മീറ്റാണ് കേട്ടോ. ഇത് ടർക്കിയാണ്, നമ്മുടെ ചിക്കൻ അല്ല, ടർക്കി കോഴി അറിയാലോ, അതാണ് എടുത്തേക്കണത്. നോക്കട്ടെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ ഈ ഗാർലിക് പേസ്റ്റിലൊന്ന് മുക്കുന്നുണ്ട് കേട്ടോ.
ടർക്കിയാണ് കഴിച്ചത്. എനിക്ക് അത്ര ഇഷ്ടമായില്ല ഗൈസ്. ഞാനിപ്പോൾ ടർക്കി കഴിച്ചല്ലോ, അതെന്ന് പറയണത് എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കഴിക്കാറുള്ളത് ഇങ്ങനെ കുറേ മസാലസൊക്കെ പറ്റി നല്ല ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ളതാണ്. ഇത് അധികം എരിവില്ല, കാരണം അത് ആ പച്ചയ്ക്ക് തന്നെ ആ മീറ്റ് അവർ നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ടുള്ള സാധനമാണ്. ആ ഒരു സ്മെല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇറച്ചിയുടെ ആ ഒരു റോ മീറ്റിൻ്റെ ആ ഒരു സാധനം. അധികം ഫ്ലേവേഴ്സൊന്നും സ്പൈസസോ ഫ്ലേവേഴ്സൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട്, പിന്നെ അധികം എരിവൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ഇവരുടെ ഒരു ചെറിയൊരു സ്പൈസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഈ ടൊമാറ്റോസ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ എനിക്ക് ടൊമാറ്റോസ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ടൊമാറ്റോസ് അധികം ഈ തൊലിയൊന്നും അധികം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം സ്റ്റോൺ വരും. കറക്റ്റ് ഇൻഫർമേഷൻ ആണെന്ന് അറിയില്ല, അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അതർവൈസ് നമുക്കുണ്ടല്ലോ അടുത്തൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്യാൻ പോണത് ചിക്കനാണ് കേട്ടോ. ഇതൊരു ലൈറ്റിഷ് യെല്ലോ പോലത്തെ ഒരു കളറാണ്. ഇതെനിക്ക് ഇഷ്ടമായി, കാരണം നമ്മളൊരു ടിക്ക ഫ്ലേവർ ഉണ്ട്, ചിക്കൻ ടിക്ക ഒക്കെ വന്ന പോലെ. ഉപ്പൊന്നുമില്ല. അപ്പം നമുക്ക് പിക്കിൾസ് തന്നിട്ടുണ്ട്, നിങ്ങളിത് കണ്ടായിരുന്നോ? ഫ്രഷ് സാധനമാണ് പിക്കിൾസ്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിക്കിൾസ്. ഇതിൽ റാഡിഷ് ഉണ്ടാവും, കുക്കുംബർ ഉണ്ടാവും, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ടാവും, പിന്നെ ഇതിൽ ഒലിവ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പച്ചൊലിവ്. അപ്പം അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഉപ്പിൻ്റെ സംഭവം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പം ഇതൊന്നും കഴിക്കാം. പിക്കിൾ കഴിക്കാം. ചില സ്ഥലത്ത് ഈ ബ്രെഡ് കണ്ടോ, ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരു ഷവർമ പോലെ മീറ്റൊക്കെ നിറച്ച് ഒരു ഷവർമ പോലത്തെ സാധനം കിട്ടും. അത് ഞാൻ നല്ലൊരു കട ഉണ്ട്, അത് പറ്റിയ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു നല്ല പണ്ടത്തെ ഒരു കടയുണ്ട്, ഒരു രാത്രിയാണ് തുറക്കുന്നത് ആ കട. അത് രാത്രി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ക്യൂ എന്ന് പറഞ്ഞത് ഈവൻ ഇവിടുത്തെ ഷേക്ക് വരെ വന്ന് വാങ്ങാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. നമുക്കറിയില്ല, പറഞ്ഞു കേട്ടേക്കുന്നത്. നമുക്കൊരു പ്രാവശ്യം അവിടെ പോയിട്ട് ഞാനൊരു പ്രാവശ്യം നിങ്ങളെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. നമ്മൾ കയറി വന്ന സമയത്ത് താഴെ നാളെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്, ന്യൂ ഇയറിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം സെറ്റപ്പുകളും പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുകളിലാണ് ഇരുന്നത്, കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് ഇരുന്നേക്കുന്നത്. താഴെ കുറച്ചുകൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളുണ്ട്. എനിക്കൊന്നും അവർ കുറച്ച് ഫാമിലീസിനും അതുപോലെ തന്നെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ മുകളിലുള്ള സ്പേസ്. നമ്മളപ്പോൾ അവിടെയാണ് കേട്ടോ ഇരുന്ന് കഴിക്കണത്. ഈ ഒനിയനും ടൊമാറ്റോ ഒക്കെ ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫുള്ളി ഗ്രില്ലല്ല കേട്ടോ, ഹാഫാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഹാഫാണ് ഇത്. കയറി വരുന്ന സമയത്ത് നല്ല അറബിക് സോങ്സ് കേൾക്കുന്നുണ്ട്, കാരണം നാളെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഇവിടെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട് നല്ല പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ഫാമിലി ഇരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് താഴെയുണ്ട് മുകളിലുണ്ട്, നമ്മൾ മുകളിലാണ് ഇരിക്കുന്നത്. പിന്നെ ദുബായിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹോട്ടൽസ് ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും, നല്ലതാണ് എന്നൊക്കെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. ഗൈസ്, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ശീർഷ കിട്ടും കേട്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സിലുള്ള ശീർഷയുണ്ട്. അപ്പം പിന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ഫുഡ് വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് പറയുക, പിന്നെ നിങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.